കർത്താവേ, ഈ രാത്രിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ സന്ദർശിക്കുന്ന സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താൻ ഒരുങ്ങാം. ഈ സമയം കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനായി നമുക്ക് ഈ രാത്രിയിൽ ഉണർവോടെ ഇരുന്ന് തമ്പുരാനെ ആരാധിച്ചൊരുങ്ങാം. നമ്മുടെ എല്ലാ തലമുറകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് ഈ നിമിഷങ്ങളിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ ആരാധനയ്ക്കായി സമർപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും വലിയ തീക്ഷ്ണതയോടെ ഉണർവോടെ നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്താം. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ രാത്രി പ്രേരിപ്പിക്കുന്നു, അവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ നമുക്ക് ഈ രാത്രിയിൽ ഇടയാവട്ടെ. ഈ രാത്രി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശാലോ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവം തൻ്റെ അത്ഭുതകരമായ കരം നീട്ടുന്ന നിമിഷങ്ങളാണിത്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ശാന്തമായിട്ട് മുട്ടുകുത്താം. ഈശോയെ സ്വീകരിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആരാധന ആരാധന ആരാധന. സ്വരമുയർത്തി പാടാം. ആരാധന ആരാധന
വേണ്ടി ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് എല്ലാ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ കർത്താവിനെ അധരം തുറന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. അഭിഷേകത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ ശക്തിയോടെ ഈശോയെ സ്തുതിക്കട്ടെ. ഉള്ളു തുറന്ന് ഈശോയെ വിളിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിന്റെ വേദനകളെയും നൊമ്പരങ്ങളെയും ദുഃഖങ്ങളെയും കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരം തുറന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. മനസ്സ് തുറന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് നോക്കാം. സ്നേഹിച്ച് സ്നേഹിച്ച് അപ്പമായി തീർന്ന നിന്റെ ദൈവം നിന്നോടുള്ള സ്നേഹത്താൽ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നു. ആ ദിവ്യകാരുണ്യ ഈശോയെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ 34 സങ്കീർത്തനം 5-ാമത്തെ വചനം, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഈ പരിശുദ്ധമായ രാത്രിയിൽ നീ ദിവ്യകാരുണ്യമാകുന്ന യഥാർത്ഥ പ്രകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ആ ദിവ്യപ്രകാശത്താൽ നിന്റെ ജീവിതം മുഴുവനും പ്രകാശിതമായി തീരുന്ന മണിക്കൂറിലേക്ക് നീ വരികയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വിധവയായ സ്ത്രീ, നമുക്ക് കാര്യം വ്യക്തമാണ്, ജീവിത പങ്കാളി എന്നോ എങ്ങനെയോ നഷ്ടമായി. അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും അവളുടെ ഏക പുത്രനിലാണ്. ഞാനും നിങ്ങളും നമ്മുടെ മക്കളെക്കുറിച്ച് കരുതലും കാവലുമാകുന്നത് പോലെ ഈ വിധവയായ സ്ത്രീ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ മനസ്സിൽ വെച്ച് പുലർത്തിയവളാവാം. പക്ഷേ അവളുടെ ഏക മകനും മരിക്കുകയാണ്. ജീവിത പങ്കാളി നഷ്ടമായി, മകനും നഷ്ടമായി. നഷ്ടത്തിൻ്റെ കണക്കുമായി കടന്നു പോകുന്ന ഒരു സ്ത്രീ ആ മകൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ആ ശവമഞ്ചത്തിന് തൊട്ട് പിന്നിലായി വേദനയോടെ കടന്നു പോകുന്ന അവളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അവളുടെ വിലാപത്തിൻ്റെ ആഴം കണ്ട ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മകളെ, നീ കരയരുത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, വെറുതെ ഒരു ചെറുപ്പക്കാരൻ വന്ന് കരയരുതെന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റുന്നതല്ല അവളുടെ കരച്ചിലിൻ്റെ ആഴം. കാരണം ജീവിത പങ്കാളി നഷ്ടമായി, ഏക പുത്രനും നഷ്ടമായി. ഒരുപക്ഷെ അവൾ കരച്ചിൽ നിർത്തിയിട്ടുണ്ടാവില്ല, അവൾ കരച്ചിൽ തുടർന്നിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇവളോട് കരയണ്ട എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇവളുടെ കരച്ചിലിൻ്റെ കാരണമാകുന്ന പ്രശ്നത്തിൽ കൈവെക്കുന്ന രംഗം നമുക്കവിടെ കാണാം. അവൻ ആ ശവമഞ്ചത്തിൽ തൊട്ടു, അത് വഹിച്ചവർ നിൽക്കുന്നു. മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ദേ യുവാവേ, നീ ഒന്ന് എഴുന്നേറ്റേ. ആ ചെറുപ്പക്കാരൻ്റെ അധരത്തിൽ നിന്ന് പൊഴിഞ്ഞ ജീവദായകമായ വചനത്തിന് മരിച്ച ചെറുപ്പക്കാരന് ജീവൻ കൊടുക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. അവൻ ആ ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു. ഈ ചെറുപ്പക്കാരൻ ആ എഴുന്നേറ്റ ചെറുപ്പക്കാരനെ കൈ പിടിച്ച് അമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അമ്മയുടെ കണ്ണുനീരിൻ്റെ ഒഴുക്ക് നിലച്ചു. അമ്മയും കൂടെ ഉണ്ടായിരുന്നവന് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു,
ഇതാ ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. വിലാപയാത്രയിൽ പങ്കുചേർന്ന് ജനം മുഴുവൻ സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന, അവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംഭവം, ആ വാർത്ത ആ നാട്ടിൽ മുഴുവൻ വ്യാപരിക്കാൻ ഇടയാവുന്നു. സ്നേഹമുള്ളവരെ, ഈ രാത്രിയുടെ യാമത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നീ കരങ്ങൾ കൂപ്പി അവിടുത്തെ നോക്കുമ്പോൾ, ഒരു പക്ഷേ ഈ വിധവയായ സ്ത്രീയെ പോലെ നീയും ചില ജീവിത ദുഃഖത്തിൻ്റെ വേദന പേറുന്ന വ്യക്തിയാവാം. അത് ജീവിത പങ്കാളിയെക്കുറിച്ചാകാം, മക്കളെക്കുറിച്ചാകാം, മാതാപിതാക്കളെക്കുറിച്ചാകാം, ഭാവിയെക്കുറിച്ചാകാം, ഇന്നലകളെക്കുറിച്ചാകാം, നിന്റെ രോഗപീഠകളാകാം, കടബാധ്യതകളാവാം. എന്തുമാവട്ടെ, നീ വിശ്വസിക്കുക, നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഏതു മലയും രണ്ടാക്കി മുറിക്കാൻ പറ്റുന്ന കർത്താവാണ് ഈ വിശുദ്ധ കുർബാനയിൽ. ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു വലിയ വിശ്വാസ ചൈതന്യത്തോടെ ഈ ആരാധനയിൽ നീ പങ്കുചേരണം. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് നീ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണു തുറന്ന് ഈശോയെ ആത്മാർത്ഥമായിട്ട് നീ ഒന്ന് നോക്കിക്കേ. ഇതാ മരിച്ച് അടക്കി അഴുകാൻ തുടങ്ങിയ ലാസറിന് ജീവൻ കൊടുത്ത കർത്താവ് ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. ആ വിധവയായ അമ്മയുടെ സങ്കടത്തിന്റെ നടുവിൽ അവൾക്ക് ആനന്ദത്തിന്റെ കരുത്ത് കൊടുത്ത കർത്താവ് ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. മരിച്ചവനെ ഉയർപ്പിച്ച കർത്താവ് ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. അന്ധന് കാഴ്ച കൊടുത്ത കർത്താവ്, ചെകിടന് കേൾവി കൊടുത്ത കർത്താവ്, കൂനുള്ള സ്ത്രീയോട് നിവർന്നു നിൽക്കാൻ ആവശ്യപ്പെട്ട കർത്താവ്, കൈ ശോഷിച്ചവനോട് കൈ നീട്ടാൻ ആഹ്വാനം ചെയ്ത കർത്താവ്, മുടന്തുള്ളവന് സൗഖ്യം കൊടുത്തവൻ, പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയവൻ, കുഷ്ഠരോഗികളെ ശുദ്ധനാക്കിയവൻ ഈ വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്നു. ആ വിശ്വാസത്തോടെ രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടി ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് സ്വരമുയർത്തി മനസ്സ് തുറന്ന് നിന്റെ എല്ലാ നിയോഗങ്ങളെയും നിന്റെ എല്ലാ വേദനകളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത് ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കണേ, മനസ്സ് തുറന്ന് സ്തുതിക്കണേ, അധരം തുറന്ന് ഈശോയെ ആരാധിക്കണേ, വലിയ ശക്തിയോടെ ഈശോയെ സ്തുതിക്കണേ. നിന്റെ രോഗപീഠകളിൽ ഈശോ നിന്നെ സമീപിക്കുന്ന രാത്രിയാണിത്. നിന്റെ തകർച്ചകളിൽ ഈശോ നിന്നെ സന്ദർശിക്കുന്ന രാത്രിയാണിത്. നിന്റെ പരാജയങ്ങളിൽ വിജയത്തിന്റെ കരം നീട്ടുന്ന കർത്താവ് ഈ രാത്രി നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. ആ ബോധ്യത്തോടെ കരമുയർത്തി സ്തുതിക്കണേ, അഭിഷേകത്തോടെ സ്തുതിക്കണേ, രണ്ട് കരവും ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആദിജാതൻ അധിപതിയും എഴുന്നേറ്റ് നിന്ന് പാടാം. നിത്യപിതാവും നീ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഉന്നതനാ കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ഒരുമിച്ച് ചേർന്ന് നമ്മൾ ആരാധിക്കുന്നു. ആദിജാതൻ അധിപതിയും നിത്യപിതാവും നീ. കരങ്ങളടിച്ചു ചേർന്ന് പാടാം. ഉന്നതനാ കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ശക്തിയോടെ കരമടിച്ച്, ഇരു കരങ്ങളും വേദനിക്കുന്ന പോലെ ശക്തിയോടെ കരമടിച്ച്, ഉന്നതനായ രാജാവ് ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. ഇന്നും ജീവിക്കുന്ന കർത്താവ് ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. രാജാതിരാജനായ ദൈവം ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നു. നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, നീ കരഞ്ഞാൽ നിന്റെ കണ്ണുനീരൊപ്പുന്ന ദൈവം, നിന്റെ രോഗപീഠകളിൽ നിനക്ക് ആശ്വാസമാകുന്ന ദൈവം. ശക്തിയോടെ, ഇരു കൈയും വേദനിക്കുന്ന പോലെ ശക്തിയോടെ കൈയടിച്ച് പാടുകയെ. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. എന്നാത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ
കരമടിച്ച്, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കരമടിച്ച്, എല്ലാ ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, എല്ലാ സ്തുതികൾക്കും യോഗ്യനായ ദൈവമേ, മാലാഖമാരാൽ സ്തുതിക്കപ്പെടുന്നവനും വിശുദ്ധരാൽ പുകഴ്ത്തപ്പെടുന്നവനുമായ സർവശക്തനായ മിശിഹായെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നുവെന്ന് ഏറ്റു പറഞ്ഞ് കരങ്ങൾ ഉയർത്തി അടിച്ച് പാടട്ടെ. അകച്ചയിടി മുഴക്കം പോലെ അവന്റെ ആജ്ഞാഗമിച്ചിടുന്നു. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ അവന്റെ ശബ്ദം മുഴങ്ങിടുന്നു. അകച്ചയിടി മുഴക്കം പോലെ അവന്റെ ആജ്ഞാഗമിച്ചിടുന്നു. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ അവന്റെ ശബ്ദം മുഴങ്ങിടുന്നു. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും, ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. താഴ്ത്തി ഇരുവശങ്ങളിലേക്ക് കരവടിച്ച് ഇടത്തും വലത്തും നിൽക്കുന്ന ആടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട്, എന്റെ രക്ഷകനാണ് ഈ വിശുദ്ധ കുർബാനയിൽ, എന്റെ കർത്താവാണ് ഈ വിശുദ്ധ കുർബാനയിൽ, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ച തോമാസ് ശ്ലീഹായോട് ചേർന്നു നിന്നുകൊണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് വിളിച്ചു പറഞ്ഞ പൗലോസ് ശ്ലീഹായോട് ചേർന്നു നിന്നുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കാൻ ധൈര്യം കാണിച്ച ധീര രക്തസാക്ഷികളോട് ചേർന്നു നിന്നുകൊണ്ട് ഇരുവശങ്ങളിലേക്ക് കരവടിച്ച്, ഇരുവശങ്ങളെ കരവടിച്ച് ഇടത്തും വലത്തും നിൽക്കുന്ന ആട് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പാടുകയും സ്തുതികളിൽ മധ്യേ വാസം ചെയ്യും വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. സ്തുതികളിൽ മധ്യേ വാസം ചെയ്യും വിശുദ്ധിയിൽ വിശുദ്ധൻ നീ. അത്യുച്ചനാദം സ്തോത്രത്തോടെ ദൂതർ നിന്നെ സ്തുതിച്ചിടുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും, ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളെ കരവടിച്ച് ഇടതുകാലും വലതുകാലും പറിച്ച് ചവിട്ടിക്കൊണ്ട് ഒന്ന് ഡാൻസ് കളിച്ച് പാടിക്കുക സന്തോഷത്തോടെ. ഇടത്തോട്ടും വലത്തോട്ടും നല്ലതുപോലെ നനങ്ങി ഡാൻസ് കളിച്ച് ആനന്ദത്തോടെ. ദാവീദ് രാജാവ് നൃത്തം ചെയ്തതുപോലെ നിന്റെ കർത്താവ് ഇതാ നിന്റെ ഇടയിൽ ജീവിക്കുന്നുവെന്ന ബോധ്യത്തോടെ നല്ലപോലെ നനങ്ങി പാടുകയും ഇടത്തോട്ടും വലത്തോട്ടും കരവടിച്ച് നല്ലതുപോലെ നനങ്ങി ഇടതുകാലും വലതുകാലും പറിച്ച് ചവിട്ടി ആനന്ദത്തോടെ പാടുകയും ആദിജാതൻ അധിപതിയും നിത്യപിതാവും നീ. ഉന്നതനാം കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആദിജാതൻ അധിപതിയും നിത്യപിതാവും നീ. ഉന്നതനാം കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആരാധിക്കാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിൽ, സന്തോഷത്തോടെ പാടുകയും
സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം പെയ്തിറങ്ങുന്ന നിമിഷമാണിത്. കർത്താവ് നിന്നെ അത്ഭുതകരമായി തൊടുന്ന നിമിഷമാണിത്. നിന്റെ കണ്ണുനീര് കർത്താവ് തുടച്ചു നീക്കുന്ന നിമിഷമാണിത്. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ച് ആരാധിക്കട്ടെ. അഭിഷേകത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ നന്ദി പറയുന്നു. ദാവീദിനെ രക്ഷിക്കാൻ സിംഹക്കൂട്ടിൽ ഇറങ്ങി വന്ന കർത്താവ് നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ ഇറങ്ങി വരുന്ന നിമിഷമാണിത്. ദാവീദിനെ കൂട്ടരെ രക്ഷിക്കാൻ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങിയ ദൈവം നിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണിത്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ കണ്ണീർ കയത്തിൽ നിനക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ കർത്താവ് ഇറങ്ങി വരുന്ന നിമിഷമാണിത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഒഴുക്കിക്കൊണ്ട്, അത്ഭുതകരമായ വിടുതൽ വർഷിച്ചുകൊണ്ട് നിന്റെ ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാ. വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആദിജാതൻ അധിപതിയും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, പിതാവും നീ, കണ്ണുകൾ അടച്ചു പിടിച്ച്, ഉന്നതനാ കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ചെറുതായിട്ടൊന്ന് അനങ്ങിക്കൊണ്ട് പാടിക്കേ. ആദ്യജാതൻ അധിപതിയും നിത്യപിതാവും നീ, ഇറങ്ങി വരണേ ഈശോയെ. ഉന്നതനാ കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ചെറുതായിട്ടൊന്ന് ചലിച്ചുകൊണ്ട് പാടിക്കേ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ചേർന്ന് പാടിക്കേ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉയരട്ടെ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. കരങ്ങൾ ഉയർത്തി പിടിച്ച് ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ഉയർത്തിയ കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. അഭിഷേകത്തോടെ ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരു നിമിഷം നിശബ്ദമായി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു നിൽക്കട്ടെ. വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യന്റെ കൂടെ, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുന്ന ദൈവമാണ്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ. നിന്റെ ഹൃദയത്തിൽ കൂടാരമടിക്കുന്ന ദൈവം, നിന്റെ കുടുംബത്തിൽ വിശുദ്ധിയുടെ കൂടാരമടിക്കുന്ന ദൈവം, നിന്റെ കുടുംബത്തിന് വിശ്വാസത്തിന്റെ അടിത്തറ പാകുന്ന ദൈവം, നിന്റെ കുടുംബത്തിൽ ആ വിശ്വാസത്തിന് സ്നേഹത്തിന്റെ ഭാഷ തരുന്നൊരു ദൈവം, നിന്റെ കുടുംബത്തിൽ ധാരാളം വിശുദ്ധിയുടെ വഴികളും വിശുദ്ധിയുടെ സാധ്യതകളും തുറന്നു തരുന്ന ഒരു കർത്താവ് ഇതാ നിന്നെ സന്ദർശിക്കുകയാണ്. ഞാൻ ഹൃദയവാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടൊത്ത് വസിക്കും. ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വാതിലിൽ കർത്താവ് മുട്ടുകയാണ്. ഒരുപക്ഷെ ഇന്നലകളിൽ നിന്റെ സ്വാർത്ഥത കൊണ്ട് അടച്ചിട്ട വാതിൽ,
നീ നിന്നിലേക്ക് വളരാൻ വെപ്രാളപ്പെട്ടപ്പോ നീ അടച്ചിട്ട വാതിൽ, എവിടെയോ നിന്റെ ജീവിത പങ്കാളിയിലേക്കും മക്കളിലേക്കും മാതാപിതാക്കളിലേക്കും തുറക്കപ്പെടേണ്ട വാതിൽ നീ അടച്ചിട്ടെങ്കിൽ ആ വാതിൽ കർത്താവ് മുട്ടുകയാണ്. തുറക്കാൻ, തുറന്നു കൊടുക്കാൻ, നിന്റെ കർത്താവിന് വേണ്ടി തുറക്കാൻ. ഒരു കുടുംബം രക്ഷ അനുഭവിക്കണമെങ്കിൽ ആ കുടുംബം ദൈവത്തിലേക്ക് തുറന്നിട്ട ഒരു വാതിലാവണം. ദൈവത്തിന്റെ രക്ഷയിലേക്ക് തുറന്നിട്ട ഒരു വാതിലാവണം. ശിമയോൻ ദീർഘദർശി രക്ഷകനെ കയ്യിലെടുത്തവനാണ്. അവൻ രക്ഷകനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചവനാണ്. ആരാണ് ഈ ശിമയോൻ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. 1, ശിമയോൻ നീതിമാനായിരുന്നു. 2, ശിമയോൻ ദൈവഭക്തനായിരുന്നു. 3, അവൻ ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു. 4, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് ദേവാലയത്തിലേക്ക് വന്നവനാണ്. സ്നേഹമുള്ള അപ്പച്ച അമ്മച്ചി, ദൈവത്തിന്റെ രക്ഷയെ നിനക്ക് കയ്യിലെടുക്കണമോ? നീ ഒരു നീതിമാനാവണം. ദൈവത്തോട് കാണിക്കേണ്ട നീതി, കുടുംബത്തോട് കാണിക്കേണ്ട നീതി, ഇടവകയോടും സഭയോടും സമൂഹത്തോടും നീ കാണിക്കേണ്ട നീതി, നിന്റെ ഹൃദയത്തിൽ ഈ നീതി മുറ്റണം. നിന്റെ കാഴ്ചപ്പാടിൽ, മനോഭാവത്തിൽ ഈ നീതിയുടെ ഭാവം നിറയണം. നീ ഒരു ദൈവഭക്തനാവണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തില് 1-ാം അധ്യായം 27-ാം വചനം, എന്താണ് ഭക്തി? വിധവകളുടെയും അനാഥരുടെയും ആവശ്യങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുന്നതും ലോകത്തിന്റെ കളങ്കമേൽക്കാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതുമാണ് ഭക്തി. പാപം ചെയ്യാതെ ജീവിക്കുക, പാവങ്ങളെ സഹായിക്കുക, ദൈവസ്നേഹത്തിലേക്ക് വേരൂന്നേണ്ട, പരസ്നേഹത്തിലേക്ക് ശാഖകൾ വിരിയേണ്ട ഒരു ഭക്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ശിമയോൻ അവൻ ഒരു പ്രതീക്ഷയുടെ മനുഷ്യനായിരുന്നു. ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനാണ്. ഇല കൊഴിയുന്ന കാലങ്ങൾക്കപ്പുറത്ത് ഒരു തളിരിടുന്ന കാലമുണ്ടെന്ന് പ്രതീക്ഷിക്കാൻ നിനക്കാവണം. നിന്റെ കുടുംബം ഇന്ന് നേരിടുന്ന ഏത് പ്രതിസന്ധിക്കും തകർച്ചയ്ക്കും അപ്പുറത്ത് ഒരു പ്രത്യാശയുടെ ഒരു കിരണം നിന്റെ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കണം. ഈ ആരാധന മണിക്കൂറിൽ ഏത് പ്രതിസന്ധിക്കും അപ്പുറത്ത് ഒരു പ്രശാന്തതയുടെ തീരമുണ്ടെന്ന് നീ കാണണം. ശിമയോൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ വ്യാപരിച്ച മനുഷ്യനാണ്. ദൈവത്തിന്റെ രക്ഷയെ നീ കയ്യിലെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നീ വിധേയപ്പെടണം. ദൈവാത്മാവിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. അപ്പോഴാണ് നിന്റെ കുടുംബത്തിന് ദൈവത്തിന്റെ രക്ഷയെ കയ്യിലെടുക്കാൻ സാധിക്കുക. നീ കണ്ണു തുറന്നിട്ട് 2 കരങ്ങളും യാചനയോടെ ദിവ്യകാരുണ്യത്തിന്റെ നേരെ ഒന്ന് നീട്ടിപ്പിടിച്ചേ. ശിമയോൻ കയ്യിലെടുത്ത രക്ഷ ഇതാ നിന്റെ കൈവെള്ളയിൽ നിനക്കെടുക്കാൻ ഒരു അവസരമാണ്. ശിമയോൻ കയ്യിലെടുത്ത രക്ഷ നിന്റെ കുടുംബത്തിന് വേണ്ടി നേടാൻ ഒരു അവസരമാണ് ഈ ആരാധന മണിക്കൂർ, ഈ വിശുദ്ധമായ രാത്രി. നീ വിശ്വസിച്ചാൽ നിനക്ക് സാധ്യമാണ് ഈ രക്ഷ. നീ വിശ്വസിച്ചാൽ നിനക്ക് കരഗതമാക്കാൻ സാധ്യമാണ് ഈ രക്ഷ. നീ ആ കരങ്ങള് യാചനയോടെ തുറന്നു പിടിക്കുമ്പോ കർത്താവ് നിന്നോട് ചോദിക്കുക, ഞാൻ നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിലാണ് ഇടപെടേണ്ടത്? നിന്റെ ജീവിതത്തിലെ ഏത് നൊമ്പരത്തിലാണ് ഞാൻ ഇടപെടേണ്ടത്? ആ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ച ആ പൊട്ടക്കണ്ണന്മാരുടെ വിളിക്ക് മുമ്പിൽ തിരിഞ്ഞു നിന്ന കർത്താവ്, ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച കർത്താവ്, ആ വഴിയരികിലിരുന്ന് കേണപേക്ഷിച്ച കുഷ്ഠരോഗികൾ പറഞ്ഞില്ലേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. കർത്താവിന് മനസ്സുണ്ട്, നിന്നെ രക്ഷിക്കാൻ കർത്താവിന് മനസ്സുണ്ട്. കാരണം എന്താ? അവൻ കാലിത്തൊഴുത്തിൽ പിറക്കാൻ മനസ്സ് കാണിച്ചവനാ.
അവൻ കുരിശിൽ മരിക്കാൻ മനസ്സ് കാണിച്ചവനാ. അവന് മനസ്സുണ്ട് നിന്നെ രക്ഷിക്കാൻ. ആ രക്ഷയൊന്ന് കയ്യിലെടുക്കാൻ ആഗ്രഹിച്ച് ആ കരങ്ങളെ യാചനയോടെ ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കുമ്പോൾ ഒരു ഗാനത്തിന് ഈരടിയോട് ചേർന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ മുഴുവൻ ഞാൻ തരുന്നു കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ തരുന്നു കർത്താവേ, എനിക്കിത് ഇറക്കി വെക്കാൻ മറ്റൊരു സ്ഥലമില്ല. എൻ്റെ കുടുംബത്തിലെ ആരും കാണാത്ത നീറുന്ന നൊമ്പരങ്ങൾ എനിക്കൊന്ന് തുറന്നു പറയാൻ വേറൊരു അഭയ സങ്കേതമില്ല. നിന്റെ അടുക്കലല്ലാതെ എവിടെയാ കർത്താവേ ഞാനൊന്ന് കരയുന്നേ? നിന്റെ അടുക്കലല്ലാതെ ആരുടെ അടുക്കലാ എൻ്റെ നൊമ്പരങ്ങളൊന്ന് ഇറക്കി വെക്കുന്നത്? ഈശോയെ, ആ പാപിനിയായ സ്ത്രീ കണ്ണുകൊണ്ട് കരഞ്ഞ്, കണ്ണുനീര് കൊണ്ട് കാല് കഴുകി, തലമുടി കൊണ്ട് തുടച്ച്, ചുണ്ടുകൊണ്ട് ചുംബിച്ച്, ആ സുഗന്ധ തൈലത്തിന്റെ ഭരണി അടിച്ചു പൊട്ടിച്ച് നിന്റെ കാൽപാദത്തിങ്കിൽ ഒഴിച്ചതുപോലെ എനിക്കും നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ കൃപ തരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ കരങ്ങള് തുറന്നൊന്ന് പിടിച്ചുകൊണ്ട് ഈ ഈരടിയുടെ ഗാനത്തോട് ചേർന്ന് ഹൃദയഭേദകമായി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. നാഥാ സമർപ്പിക്കുന്നു, ചേർന്ന് പാടാമോ? എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. എല്ലാരും ഉള്ളു തുറന്നൊന്ന് പാടിക്കേ. നാഥാ സമർപ്പിക്കുന്നു, സ്വരം ഉയരട്ടെ. എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു ഈശോയെ. കാഴ്ചയായി അർപ്പിക്കുന്നു. ജീവിതം മുഴുവനും ഒരു കാഴ്ചയായി അർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു. എന്റെ കുടുംബത്തെ ഒരു കാഴ്ചയായി അർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഒരു കാഴ്ചയായി അർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു. ഞങ്ങളുടെ മുഴുവൻ തകർച്ചകളെയും ഒരു കാഴ്ചയായി അർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു. ജീവിതത്തിന്റെ മുഴുവൻ ഭാരങ്ങളെയും കാഴ്ചയായി അർപ്പിക്കുന്നു. കാഴ്ചയായി അർപ്പിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച് ഈ നിമിഷം നിന്റെ വ്യക്തിപരമായ നിയോഗത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നീ ഒരു നിമിഷം ഒന്ന് ശാന്തമായി ഈ പരിശുദ്ധമായ ആരാധനയുടെ മണിക്കൂറിൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ ഈശോ ഏറ്റവും അധികം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിയോഗം ഒന്ന് മനസ്സിൽ ഓർക്കുക. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. മനസ്സിലോർത്ത ആ നിയോഗത്തെ നീ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കുകയാണ്. വിട്ടുകൊടുത്താൽ നിന്നെ തൊട്ട് സുഖപ്പെടുത്തുന്ന കർത്താവ് ഈ രാത്രി ആരാധനയുടെ സമയത്ത് നിന്റെ നിയോഗത്തിൽ ഇടപെടുന്നു. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കടാക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ നിയോഗത്തെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കരങ്ങൾ നെഞ്ചോട് അമർത്തി പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ഉള്ളു തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ.
വലിയ കടബാധ്യതയിൽ ദൈവമേ നീ അത്ഭുതകരമായി ഈ മണിക്കൂറിൽ ഇടപെടണമേ എന്ന്, വലിയ വിശ്വാസ പ്രതിസന്ധിയിൽ കർത്താവേ നീ അത്ഭുതകരമായി ഇടപെടണമേ എന്ന്, ആർക്കും നിഷേധിക്കാനാവാത്ത അത്ഭുതങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട് ഈ പരിശുദ്ധമായ രാത്രിയെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കർത്താവേ ഈ നിമിഷം നിന്റെ കൃപ സമർത്ഥമാവട്ടെ എന്ന് ആഗ്രഹിച്ചു സ്തുതിക്കട്ടെ, അഭിലാഷത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. നമുക്ക് അല്പനേരം വീണ്ടും മുട്ടുകുത്തി അല്പം ത്യാഗം സഹിച്ച് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവര് കരങ്ങൾ കൂപ്പി പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം, വഴിക്കവലകളിൽ വിശന്ന് വീഴുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരങ്ങൾ ഉയർത്തി നിലവിളിക്കുന്നു. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ തമ്പുരാൻ ചോദിക്കുവല്ലേ, എൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെ മച്ചിട്ട ഭവനത്തിൽ വസിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഇന്ന് ധാരാളം കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിൽ കഴിയുമ്പോൾ, നമ്മളിന്ന് ക്ലാസ്സിൽ ശ്രവിച്ചതുപോലെ ഇരുളടഞ്ഞ കാഴ്ചപ്പാടുകളും ഇടുങ്ങിയ മനോഭാവങ്ങളുമായി ലോകത്തിൽ അനേക കുടുംബങ്ങൾ ഇന്ന് അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ, ലോകത്തിലെ കുടുംബങ്ങൾക്ക് വേണ്ടി കരയാനും കണ്ണീരൊഴുക്കാനും നമുക്ക് ഈ രാത്രിയിലാവണം. ഇത് ലോകം ഉറങ്ങുന്ന രാത്രിയാണ്, എന്നാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന രാത്രിയാണ്. ഇത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്ന പോലെ സ്വർണം മങ്ങിപ്പോയതിനെ ഓർത്ത്, തങ്കത്തിന്റെ തൂക്കം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കേണ്ട രാത്രിയാണ്. ഈ ലോകത്തിൽ നൊമ്പരപ്പെടുന്ന കുടുംബങ്ങളെ ഓർത്ത് അവരോട് ചേർന്ന് നൊമ്പരപ്പെടേണ്ട ഒരു രാത്രിയാണ്. നമ്മളെ ഈ രാത്രിയിൽ വലിയൊരു പ്രേക്ഷിത ചൈതന്യത്തിലേക്ക് ദിവ്യകാരുണ്യ ഈശോ ഉയർത്തുകയാണ്. സ്നേഹമുള്ളവരെ, നെഹെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തൻ്റെ ദേശത്തെക്കുറിച്ച്, നാടിനെ കുറിച്ചുള്ള വാർത്ത തൻ്റെ സഹോദരനെന്ന് കേട്ടപ്പോൾ ആ ദേശത്തെ പുനരുദ്ധരിക്കുന്നതിന്, കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നതിനെ ഓർത്തുള്ള വേദന ആ നെഹെമ്യാ പ്രവാചകനെ നിലത്ത് കുത്തിയിരുന്ന് കരയാൻ പ്രേരിപ്പിച്ചെങ്കിൽ, ദിവസങ്ങളോളം ഉപവസിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ, ഈ ലോകത്ത് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോ, വിശുദ്ധി ചോർന്നു പോകുമ്പോ, സ്നേഹം ഇന്ന് നഷ്ടപ്പെടുമ്പോ, വിശ്വാസവും സ്നേഹവും വിശുദ്ധിയും സംരക്ഷിക്കപ്പെടേണ്ട കുടുംബങ്ങൾ ഇന്ന് തകർന്നടിയുമ്പോ അവരെ ഓർത്തുള്ള വേദന നമ്മളെയും ഭാരപ്പെടുത്തണം. നമുക്കും ഒരു പരസ്നേഹത്തിന്റെ കരുത്തുണ്ടാവട്ടെ. നമ്മുടെ അയൽവക്കങ്ങളിലെ കുടുംബങ്ങളെ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. നമ്മുടെ ഇടവകയിലെ 100 കണക്കിന് കുടുംബങ്ങളെ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ഉയർത്താം. ലക്ഷക്കണക്കിന് കത്തോലിക്ക കുടുംബങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഇന്ന് ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ സഭ മർദ്ദനം അനുഭവിക്കുമ്പോ, വിശ്വാസത്തിനെതിരായ വെല്ലുവിളികൾ ഉയരുമ്പോ, നമ്മുടെ നാട്ടിലും വിശ്വാസത്തിനെതിരായ വെല്ലുവിളികൾ ഉയർന്നു വരുമ്പോ, വിശ്വസിക്കുന്ന നമുക്ക്, വിശ്വസിക്കാൻ വേണ്ടി ജീവിക്കുന്ന നമുക്ക്, ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നവരെ ഓർത്ത് കരയാനാവണം. അവരുടെ വിശ്വാസരാഗത്തെ ഓർത്ത് കണ്ണീരൊഴുക്കാനാവണം. ആ ബോധ്യത്തോടെ കണ്ണുകൾ അടച്ചു പിടിച്ച് നിൽക്കട്ടെ. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കട്ടെ. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന കുടുംബങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ലോക തിന്മകൾക്കെല്ലാം അടിമപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് ഉയർത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കാനുള്ള സമയമാണിത്. പാപദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തികളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാനുള്ള സമയമാണിത്.
മൂല പാപങ്ങളുടെ സ്വാധീനം കൊണ്ട് തകർന്നടിയുന്ന കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവീക പുണ്യങ്ങൾ കൊണ്ട് സകല കത്തോലിക്ക കുടുംബങ്ങളും നിറയാൻ, സകല കുടുംബങ്ങളും നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ കുടുംബങ്ങളും ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കാൻ, എല്ലാ കുടുംബങ്ങളും ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണയുടെ ജൂബിലി വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഈ നാളുകളിൽ തന്നെ ദൈവത്തിന്റെ കരുണ എല്ലാ കുടുംബങ്ങളിലേക്കും പ്രപഞ്ചത്തേക്കും വർഷിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഒരു ഗാനത്തോട് ചേർന്ന് പാടുകയാണ്. ആത്മാർത്ഥമായിട്ട് പാടി പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലവിളി ഉയരണം. ഈ ശാലോം നൈറ്റ് വിജിലിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കരച്ചിൽ ഉയരണം. ലോകത്ത് തകർന്നു പോകുന്ന വ്യക്തികളുടെ, തകർന്നു പോകുന്ന കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള നിലവിളി ഉയരണം. ആ നിലവിളി സ്വർഗത്തിൽ മാറ്റൽ കൊള്ളണം. സഭ പീഡിപ്പിക്കപ്പെടുന്ന സകല ദേശത്തെയും ഓർത്തുള്ള വിലാപത്തിന്റെ മാറ്റൽ ദൈവസന്നിധിയിലേക്ക് ഉയരണം. ആ ബോധ്യത്തോടെ ഈ ഗാനത്തോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പേരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. സ്വരമുയർത്തി പാടാമോ? ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച്, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ അഭിഷേകം തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചേ. കർത്താവേ, നീ ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നതാണല്ലോ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ. അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിരന്തരം അധ്വാനിക്കാൻ നീ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഒരുവൻ തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനാണെന്ന്, അവൻ അവിശ്വാസിയേക്കാൾ ഹീനനാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും തലമുറകളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള കരുത്ത് ഞങ്ങളിലേക്ക് ഒഴുക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടി ഉയർത്തിപ്പിടിച്ചേ. നമ്മുടെ കുടുംബത്തിലുള്ളവർ വിശുദ്ധിയിലേക്ക് വളരണം. അവർ വിശുദ്ധരായി തീരണം. അവർ വിശുദ്ധർക്ക് അവകാശപ്പെട്ട നിത്യജീവൻ സ്വന്തമാക്കണം. ആ ഒരു ആഗ്രഹത്തോടെ തകർന്നടിയുന്ന വ്യക്തിബന്ധങ്ങളുടെ മേൽ ദൈവമേ നിന്റെ കരുണയുടെ കരുത്ത് വർഷിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ആ ഗാനത്തിന് ഈരടി നമ്മൾ ചേർന്ന് പാടും. ദൈവമേ, എൻ്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ. കർത്താവേ, ബന്ധങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തകർന്നു കിടക്കുന്നു. അസ്വസ്ഥമായ അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വലയം ചെയ്യുന്നു. ഇവിടെ എല്ലാം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായ അതുകൊണ്ട് പ്രയോജനമില്ല. ഈശോയെ, എൻ്റെ ആത്മരക്ഷയെ ഉറപ്പാക്കണമെങ്കിൽ നീ എനിക്ക് തന്നവരുടെ ആത്മരക്ഷ ഞാൻ നിന്റെ സന്നിധിയിൽ ഉറപ്പാക്കേണ്ടതുണ്ട്. ആ ഒരു ബോധ്യത്തോടെ കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാക്കളെ തരിക, എന്റെ സർവവും
പാടിക്കേ. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. ദാഹത്തോടെ നിലവിളിച്ചേ. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. അല്പം കൂടി സ്വരമുയർത്തി വിളിച്ചേ. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. ശംഖുകൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. എല്ലാവരും ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണേ ഈശോയെ. വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ ഒഴുക്കണമേ. ഈ നിമിഷം മുതൽ കർത്താവെ എൻ്റെ കുടുംബാംഗങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള അഭിഷേകം നൽകണമേ. അതിനുള്ള കൃപയിലേക്ക് നീ ഞങ്ങളെ ഉയർത്തണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നിമിഷമാണ്. സക്കേവൂസിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഈശോ ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ കടന്നു വരികയാണ്. ചുങ്കക്കാരൻ മത്തായിയുടെ വീട്ടിൽ വിരുന്നിന് വന്ന കർത്താവ് നിന്റെ വീട്ടിൽ ഈ രാത്രിയിൽ വിരുന്നിന് വരികയാണ്. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, നിന്റെ ബന്ധങ്ങളെ അനുഗ്രഹിക്കാൻ, നിന്റെ കാഴ്ചപ്പാടുകൾ വിശാലമാവാൻ, ഇരുളടഞ്ഞ മനോഭാവത്തിൽ വലിയ പ്രത്യാശയുടെ കാറ്റ് വീശാൻ കർത്താവ് കടന്നു വരികയാണ്. നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കണം. നിന്റെ മക്കൾ രാജ്യം കൈവശമാക്കണം. വിജന നഗരമാകുന്ന കുടുംബം ജനനിബിഡമാവണം. അതിന് വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നീ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കർത്താവെ, ഇരുവശത്തേക്കും ഞാനിതാ എൻ്റെ തിരശ്ശീലയെ വിരിക്കുന്നു. കയറുകൾ ഞാനിതാ അയച്ചിടുന്നു ദൈവമേ. ഞാൻ കുറ്റികളെ ഉറപ്പിക്കുന്നു ദൈവമേ. അതിനുള്ള കൃപ എനിക്ക് തരണേ എന്ന് ആഗ്രഹിച്ച് കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും മനോഭാവങ്ങളെയും നീ കാലഘട്ടത്തിനനുസരിച്ച് വിസ്തൃതമാക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവമേ, നിന്റെ അരൂപിയെ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് അയക്കണം, എൻ്റെ കുടുംബത്തിലേക്ക് അയക്കണം. അപ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെടും, സകലതും പുതുതാക്കപ്പെടും. ഈ നാടും ദേശവും സഭയും കാലഘട്ടത്തിനനുസരിച്ച് പുതുതാക്കപ്പെടാൻ നിന്റെ കൃപയൊടുക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി ശിരസ് നമിക്കട്ടെ. ആദ്യജാതൻ അധിപതിയും നിത്യപിതാവും നീ. ശിരസ് നമിച്ച് ഉന്നതനാ കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആദ്യജാതൻ അധിപതിയും നിത്യപിതാവും നീ. ദൈവമേ, ഉന്നതനാ കർത്തൻ നീ, രാജപുരോഹിതൻ. ഈ ദേശം മുഴുവനെ അനുഗ്രഹിക്കണം ഈശോയെ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. തിരുസഭയെ അനുഗ്രഹിക്കണേ. ആരാധിക്കാം
ചലിച്ചുകൊണ്ട് സിയോൻ സഞ്ചാരി ഞാൻ